ഒരു കഥ പറയാം. ഈ കഥ കേട്ടിട്ട് നിങ്ങളിതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്നും കൂടി താഴെ രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം. ഒരു UP സ്കൂളിൽ 6ാം ക്ലാസ്സിലെ പരീക്ഷ നടത്തി ടീച്ചർ കുട്ടികൾക്ക് പരീക്ഷ പേപ്പർ വിതരണം ചെയ്തു. ഓരോ കുട്ടികളെയും അടുത്ത് വിളിച്ച് നല്ല കുട്ടികളെ, നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ടീച്ചർ പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ടീച്ചറിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി. പേപ്പർ കൊടുത്തിട്ട് കുട്ടി പറഞ്ഞു, ടീച്ചറെ, എനിക്ക് 49 മാർക്കില്ല, എനിക്ക് 47 മാർക്കേ ഉള്ളൂ. അപ്പോഴേക്കും ടീച്ചർ 50-ൽ 49 മാർക്കിട്ട് ഒരു 3 സ്റ്റാറൊക്കെ ഇട്ട് വെരി ഗുഡ് എന്നൊക്കെ എഴുതിയിട്ടാണ് ആ പേപ്പർ കുട്ടിക്ക് കൊടുത്തിരുന്നത്. ടീച്ചർ ആ പേപ്പർ ഒന്ന് വാങ്ങി നോക്കിയിട്ട് അതിലെ മാർക്കുകളൊക്കെ കൂട്ടി നോക്കി. കുട്ടി പറഞ്ഞത് ശരിയാണ്, കുട്ടിക്ക് 47 മാർക്കേ ഉള്ളൂ. ടീച്ചർ ആ പേപ്പറിലെ 49 എന്ന് എഴുതിയത് ചുവന്ന മഷി കൊണ്ട് ക്രോസ് ചെയ്ത് വെരി ഗുഡ് എന്ന് എഴുതിയതിലെ വെരി എന്നത് കട്ട് ചെയ്ത് ഗുഡ് എന്ന് മാത്രം ബാക്കി വെച്ച് 3 സ്റ്റാർ ഇട്ടെടുത്ത് 2 സ്റ്റാർ ഇട്ട് ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തു. സത്യത്തിൽ ഈ കുട്ടിക്കല്ലേ ഒരു വെരി വെരി ഗുഡ് കൂടി കൊടുക്കേണ്ടത്? നമ്മുടെ കുട്ടികൾ പുതിയ കാലത്ത് അവരുടെ മൂല്യബോധം, എത്തിക്സ്, മര്യാദകൾ ഒക്കെ മിസ്സായി പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നവർ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മൂല്യബോധത്തെക്കുറിച്ച്, പെരുമാറ്റ രീതികളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ അറിയാതെ ഏതോ ആചാരത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറിപ്പോവുകയാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ശീലങ്ങളിൽ നന്മകൾ കണ്ടെത്തുകയും കുട്ടികളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ ആ ടീച്ചർ ആ കുട്ടിയെ അഭിനന്ദിക്കുകയും ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യേണ്ടതിന് പകരം ആ കുട്ടിയുടെ മനസ്സിൽ പതിപ്പിച്ചത്, ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ വെരി ഗുഡ് പോയി, എൻ്റെ ഒരു സ്റ്റാർ പോയി എന്ന തരത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ കുഞ്ഞു കുഞ്ഞ് നല്ല ശീലങ്ങളെ, നന്മകളെ കുട്ടികളിൽ കാണുമ്പോൾ അതിനെ അഭിനന്ദിക്കാറുണ്ടോ? അതിന് എല്ലാവരും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.